രാത്രിയിലെ അത്താഴം കഴിഞ്ഞ് കൈകാകിക്കൊണ്ട് നമ്മുടെ ബാലേന്ദ്രൻ നേരെ വൈജയന്തിയുടെ നേരെ ചെന്ന് ചോദിച്ചു, നിനക്കൊരു സ്റ്റാർലി ജോസഫിനെ അറിയുമോ എന്ന് ചോദിച്ചു. ആ പേര് കേട്ടതും നമ്മുടെ വൈജയന്തി ആകെ വല്ലാണ്ടായി. വൈജയന്തിക്ക് ആകെ കൈകാലുകൾ വിറയ്ക്കുന്ന പോലെ തോന്നി. എന്ത് പറയണം എന്നറിയാത്ത വല്ലാത്തൊരവസ്ഥ. ഇത്രയും കാലത്തിനിടയിൽ നമ്മുടെ ബാലചന്ദ്രൻ വൈജയന്തിയെ ഇങ്ങനെ കണ്ടിട്ടില്ല. എന്നാലും വൈജയന്തി തപ്പിത്തടഞ്ഞ് പറഞ്ഞ് എങ്ങനെങ്കിലും അവിടുന്ന് തനിക്ക് തൻ്റെ തടി രക്ഷിക്കണം. സ്റ്റാർലി ജോസഫോ? ഏത് സ്റ്റാർലി ജോസഫ് എന്ന് നമ്മുടെ വൈജയന്തി ചോദിച്ചു. അത് കേട്ടതും ബാലചന്ദ്രൻ പറഞ്ഞു, നിനക്ക് എത്ര സ്റ്റാർലി ജോസഫിനെ അറിയാം? ഇത് കൊട്ടാരമുറ്റത്തിൽ സ്റ്റാർലി ജോസഫ്, നിനക്കറിയോ? പണ്ട് മിലിറ്ററിയിലായിരുന്നു. അത് കേട്ടതും നമ്മുടെ വൈജയന്തി പറഞ്ഞു, എനിക്കൊന്നും ആരെയും അറിയില്ല, എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി വേഗം റൂമിലോട്ട് ചെന്നു. എന്നിട്ട് വൈജയന്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. വൈജയന്തിക്ക് പിന്നീട് ഇരിപ്പൊട്ടുന്നില്ല. കാരണം ആകെ താൻ പേടിച്ചു വിറച്ചിട്ടുണ്ട്. തൻ്റെ കഴിഞ്ഞുപോയ ജീവിതം തൻ്റെ ഭർത്താവ് അറിഞ്ഞോ? ഇനി തൻ്റെ മക്കൾ അറിയുമോ? ഭർത്താവ് അറിയുമോ? എന്തിനാവും അങ്ങനെയെല്ലാം ബാലചന്ദ്രൻ തന്നോട് ചോദിച്ചത്? ഇത്രയും നാൾ അലീന ഇവിടെ ഉള്ളതായിരുന്നു എൻ്റെ പ്രശ്നം. ഒന്നല്ലെങ്കിൽ ഒന്ന് എനിക്കുണ്ടാവുമല്ലോ. എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. ബാലചന്ദ്രൻ എങ്ങനെയാണ് ഈ സ്റ്റാർലിയെ കുറിച്ച് അറിഞ്ഞത്? അത് 23 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയല്ലേ? വീണ്ടും എങ്ങനെ ഈ സ്റ്റാർലി ജോസഫ് പൊങ്ങി? ഇനി ഞാൻ എന്തു ചെയ്യും? എൻ്റെ മക്കളെങ്ങാനും അറിയുമോ? ബാലചന്ദ്രൻ വല്ലതും അറിഞ്ഞിട്ടുണ്ടാകുമോ? ഇനി ഞാൻ അവരുടെ മുഖത്തോട്ട് എങ്ങനെ നോക്കും? ഇത്രയും കാലം ഞാൻ പെർഫെക്റ്റായ ഒരു അമ്മയാണെന്നും ഭാര്യയാണെന്നും എനിക്കൊരു വലിയ അഹങ്കാരം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ മക്കളോടും ഭർത്താവിനോടും ആ രീതിയിലേ പെരുമാറിയിട്ടുള്ളൂ. ഇനി ഞാൻ എന്തു ചെയ്യും? അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ഒറ്റയ്ക്ക് ആ റൂമിൽ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് നമ്മുടെ വൈജയന്തി. അടുത്ത സീൻ കാണിക്കുന്നത് ബാലചന്ദ്രൻ പിറ്റേ ദിവസം രാവിലെ പത്രം വായിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ്. അതേസമയം അങ്ങോട്ട് ഒരു കപ്പ് ചായ കുടിച്ചുകൊണ്ട് നമ്മുടെ വൈജയന്തി ചെല്ലുന്നുണ്ട്. വൈജയന്തി ഇന്നലെ അത്രത്തോളം ബാലചന്ദ്രൻ പറഞ്ഞിട്ടു താൻ തളരാനോ ബാലചന്ദ്രൻ്റെ മുമ്പിൽ അങ്ങനെ തോറ്റു കൊടുക്കാനോ താൻ കരുതുന്നില്ല. വീണ്ടും അലീനയെക്കുറിച്ച് ഓരോന്ന് വൈജയന്തി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒടുവിൽ നമ്മുടെ ബാലചന്ദ്രനെയും അലീനയും ചേർത്ത് നമ്മുടെ വൈജയന്തി വേണ്ടാത്തരം പറഞ്ഞു. അത് കേട്ടതും ബാലചന്ദ്രൻ ആ പത്രം ആ കസാരയിലോട്ടിട്ടിട്ട് നമ്മുടെ വൈജയന്തിക്ക് നേരെ തിരിഞ്ഞ് വൈജയന്തിയുടെ മുഖത്ത് ഒരടി പൊട്ടിച്ചു. ഞാൻ നിനക്കിത് കുറേ നാളായി കരുതി വച്ചതായിരുന്നു. നീ എൻ്റെ മകളുടെ പ്രായമുള്ള ആ കൊച്ചിനെയും എന്നെയും ചേർത്ത് എന്താണ് പറയുന്നത്? ഞാൻ ഇത് കേട്ടില്ല എന്ന് വെച്ച് നടക്കുകയായിരുന്നു. ഇനി നീ പറയുമ്പോൾ നിനക്ക് ഈ അടി ഓർമ്മ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വൈജയന്തി ചോദിച്ചു, നിങ്ങൾ എന്നെ അടിച്ചു അല്ലേ? നിങ്ങൾക്ക് ഇതിനുള്ള ധൈര്യം എവിടുന്ന് കിട്ടിയെന്ന്? അല്ലേലും അവൾ വന്നതിന് ശേഷം നിങ്ങൾക്കും എൻ്റെ മക്കൾക്കും എന്നെ വേണ്ട. ഞാൻ കുറേ നാളായി അവളെ ഒന്ന് കരുതി വെച്ചിട്ട്. എന്തായാലും നാശം പോയി കിട്ടിയല്ലോ, സമാധാനം എന്ന് പറഞ്ഞു. ആ നാവ് കൊണ്ട് തന്നെ വൈജയന്തി നീ അത് തിരുത്തി പറയും. ഇന്ന് ഞാൻ നിനക്ക് തന്ന ഈ അടി നീ ഒരിക്കലും മറക്കരുത്. ഒരിക്കലും ഒരു സ്ത്രീയെ അടിക്കുന്നത് നല്ലൊരു ആണിന് ചേർന്നതല്ല എന്ന് എനിക്കറിയാം. പക്ഷേ നീ ഇത് എന്നോട് ചോദിച്ചു വാങ്ങിയതാണ്. ആ കുട്ടി നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? അവളിവിടെ എല്ലാവർക്കും നല്ലതേ ചെയ്തിട്ടുള്ളൂ. നീ വീണ്ടും അവളെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞ സ്റ്റാർലി ജോസഫിൻ്റെ മകളാണ്. അദ്ദേഹത്തിന് വിവാഹത്തിന് മുമ്പ് ഒരു സ്ത്രീയിലുണ്ടായ മകളാണ്. ഏത് സ്റ്റാർലി? നിങ്ങൾ എന്താണ് പറയുന്നത് എന്നൊക്കെ വൈജയന്തി ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വൈജയന്തിയുടെ മനസ്സാകെ പൊട്ടിത്തകരുകയാണ് അത് കേട്ടപ്പോൾ. വൈജയന്തിക്ക് നിന്ന നിൽപ്പിൽ ഭൂമി അങ്ങ് പിളർന്ന് താഴോട്ട് പോയാലോ എന്ന് വരെ തോന്നിപ്പോയി. കാരണം ആ പേര് വൈജയന്തിയുടെ നെഞ്ഞെടുപ്പ് കൂട്ടുന്നുണ്ട്, വൈജയന്തിയുടെ ആദി കൂട്ടുന്നുണ്ട്. വൈജയന്തിക്ക് ആ പേര് കേൾക്കുമ്പോൾ വല്ലാത്തൊരു പേടിയാണ് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ വൈജയന്തി നിങ്ങൾ ഏത് സ്റ്റാർലി ജോസഫിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒരു നിമിഷം പോലും ആലോചിക്കാതെ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, കൊട്ടാരമുറ്റത്തിൽ സ്റ്റാർലി ജോസഫിനെയാണ് ഞാൻ പറയുന്നത്. പണ്ട് മിലിറ്ററിയിലൊക്കെയായിരുന്നു അദ്ദേഹം.
ആഗ്രയിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. അത് ചോദിച്ചപ്പോൾ വൈജയന്തി ആകെ നിന്നെടുത്ത് നിന്ന് നീങ്ങി ആ ചുമരിൽ പിടിച്ചു. വൈജയന്തിക്ക് നിന്നിട്ട് നിൽപ്പ് കിട്ടുന്നില്ല. വല്ലാത്തൊരവസ്ഥ. പിന്നീട് വൈജയന്തി അവിടെ നിന്നും ഒന്നും കേൾക്കാൻ കാത്തുനിന്നില്ല. വൈജയന്തി വേഗം തൻ്റെ റൂമിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് കണ്ടുകൊണ്ട് നമ്മുടെ കൃഷ്ണമോൾ മുകളിൽ നിന്നും താഴോട്ടിറങ്ങി വരുന്നുണ്ട്. എന്താ അച്ഛാ, അമ്മ വല്ലാണ്ട് ആയിട്ടുണ്ടല്ലോ. അമ്മ എന്താ ഇങ്ങനെയാ? അമ്മയെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. അത് ഒന്നുമില്ല മോളെ എന്ന് ബാലചന്ദ്രൻ അവളോട് പറഞ്ഞു. ഇനി നമ്മൾ കാണാത്ത പലതും കാണേണ്ടി വരും, കേൾക്കാത്ത പലതും കേൾക്കേണ്ടിയും വരും. അമ്മയുടെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ? അലീന ചേച്ചി ആരാണെന്നെന്തെങ്കിലും? അമ്മ ആകെ വല്ലാണ്ടായിട്ടുണ്ടല്ലോ. അമ്മയുടെ മുഖവും ആകെ അമ്മയ്ക്കൊരു സ്ഥിരബോധമില്ലാത്ത പോലെയാണല്ലോ അമ്മ പോകുന്നത് എന്ന് ചോദിച്ചു. അത് കേട്ടുകൊണ്ട് നമ്മുടെ രോഹിത്തും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. രോഹിത്ത് ചോദിച്ചു, എന്താ എന്താ നിങ്ങൾ സംസാരിക്കുന്നത്? അപ്പോൾ നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു, അത് അമ്മയെക്കുറിച്ചൊന്ന് പറഞ്ഞതാ. അലീന ചേച്ചി പോയതിനു ശേഷം അമ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അമ്മ ആളാകെ മാറിപ്പോയി. അത് കേട്ടപ്പോൾ രോഹിത്ത് പറഞ്ഞു, അമ്മ മാറിയിട്ട് എന്താ കാര്യം? നമ്മുടെ അലീന ചേച്ചി ഉണ്ടാകുമ്പോൾ ഈ വീട്ടിൽ എന്ത് സന്തോഷമായിരുന്നു. ചേച്ചി പോവേണ്ടിയില്ലായിരുന്നു. ചേച്ചിയെ നമ്മൾ ഒരുപാട് ആദ്യമെല്ലാം ഉപദ്രവിച്ചു, ഒരുപാട് കഷ്ടപ്പെടുത്തി. പക്ഷേ ഇന്ന് ഞാൻ അതിനെല്ലാം ഓർത്ത് സങ്കടപ്പെടുന്നു. ചേച്ചി ഉള്ളപ്പോൾ ഈ വീടിന് വല്ലാത്തൊരു ഫീലായിരുന്നു. ഇപ്പോൾ ഇത് വെറും ചുമര് കൊണ്ട് ഉണ്ടാക്കിയ വെറും ഒരു വസ്തു മാത്രമാണ്, ഒരു വീടായി തോന്നുന്നേയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, ശരിയാ, എല്ലാവർക്കും എല്ലാം മനസ്സിലായാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്മുടെ രോഹിത്ത് ചോദിച്ചു, എന്ത് മനസ്സിലാവുന്നതിനെ കുറിച്ചാണ് മോളെ നീ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ കൃഷ്ണ ആകെ പതറിക്കൊണ്ട് പറഞ്ഞു, അത് ഒന്നുമില്ല, അലീന ചേച്ചിയെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ അമ്മയും ഒന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ രോഹിത്ത് ചോദിച്ചു, അച്ഛാ, അലീന ചേച്ചി ഇപ്പോൾ എവിടെയെന്ന്. അപ്പോൾ രോഹിത്തിനോട് ബാലചന്ദ്രൻ പറഞ്ഞു, അലീന ഇപ്പോൾ സേഫായ കരങ്ങളിലാണ്, അവളുടെ അച്ഛൻ്റെ അടുത്താണ്. അവളുടെ അച്ഛനെ ഞാൻ തേടി കണ്ടുപിടിച്ചു, ആ കരങ്ങളിൽ അവളെ ഏൽപ്പിച്ചു. ഇനി അവളുടെ കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട, കാരണം അവൾ ഏറ്റവും സേഫായ കൈകളിൽ തന്നെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അലീന ചേച്ചിയോടും അച്ഛനോടും ഒരു ദിവസം ഇങ്ങോട്ട് വരാൻ പറയണം അച്ഛാ. അലീന ചേച്ചിയുടെ അച്ഛനെ നമുക്കും ഒന്ന് കാണാമല്ലോ, അല്ലെങ്കിൽ നമുക്ക് അവരെ അവിടെ പോയി കണ്ടാലോ എന്ന് പറഞ്ഞു. ഇല്ല മോനെ, അതിനുള്ള സമയമായിട്ടില്ല. അവർ ഇങ്ങോട്ട് വരാനും നമ്മൾ അങ്ങോട്ട് പോവാനും. അവരുടെ വരവ് പലതും പൊട്ടിത്തെറിക്കും, പലതും അവസാനിക്കും, പലരുടെയും ഭാവങ്ങൾ മാറുന്നത് കാണേണ്ടിയും വരും, പല സത്യങ്ങളും ചുരുളായുകയും ചെയ്യും. അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് രോഹിത്ത് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്മുടെ ബാലചന്ദ്രനും കൃഷ്ണയും ഒരേ സമയം നമ്മുടെ രോഹിത്തിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന രംഗത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുതേ.